8 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് തീർത്തു. എത്ര ദിവസം എടുത്തു ഏകദേശം ഒരു ഷൂട്ടിംഗ്, ആക്ച്വൽ ഷൂട്ടിംഗ് തീരാൻ? ഇത് ടോട്ടൽ 45 ഡേയ്സ്. നമ്മുടെ ഇതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, മിലിറ്ററി സീക്വൻസ് എല്ലാം വെച്ചിട്ട് 45 ഡേയ്സാണ്. പക്ഷേ ഇത് തന്നെ മഴയിലുള്ള കാരണമെല്ലാം നമുക്ക് കുറച്ച് അതിൻ്റെ ഡിലേസ് ഉണ്ടായി. നമ്മൾ പക്ഷേ ഓക്കെ, നമുക്ക് ഞാൻ പറയില്ല, ഇതെല്ലാം വന്നു ചേർന്ന് നമുക്ക് മഴേൻ്റെ എല്ലാം നമുക്ക് പടത്തിന് ഭയങ്കര ഗുണം ചെയ്തു. ചിത്രത്തിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പം വിജയരാഘവൻ്റെ ക്യാരക്ടർ അപ്പുപിള്ളയ്ക്ക് കൊടുത്തിരിക്കുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് ചില പാർട്ടിക്കുലർ സീനിൽ അയാൾ ഭയങ്കര ധൈര്യത്തോടു കൂടി ആരാട വാട എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡോടെ ആയിരിക്കും നിൽക്കുന്ന അതേ ആളെ തന്നെ ഏറ്റവും ദുർബലനായിട്ടുള്ള, ഇപ്പം കാലിൻ്റെ വിരൽ കൊണ്ടുള്ള ഒരു കൈകൊണ്ടും ഏറ്റവും ദുർബലനായിട്ടുള്ള മനുഷ്യനായിട്ടും അയാളെ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ആസിഫിൻ്റെ കാര്യത്തിൽ ചോദിച്ച പോലെ തന്നെ ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കണം അയാളൊരു ബിഹേവ് ചെയ്യേണ്ടത്, അയാൾ ഏറ്റവും ദുർബലനായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ വിജയരാഘവൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതലുണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ കോൺട്രിബ്യൂഷൻ കൂടുതലുണ്ടായിരുന്നു. ഇങ്ങനെ മതി എന്നുള്ള കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങളിലും മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയേട്ടനെ എല്ലാ രീതിയിലും, ഈവൻ മേക്കപ്പ് മീൻസ് മൂപ്പരെ ഒരു മീശയെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഹെയർ സ്റ്റൈലെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു റെഫറൻസ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പോലും കുട്ടേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കുട്ടേട്ടൻ വിജയേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, രഞ്ജിത്ത് എനിക്കിങ്ങനെ വേറൊരു ഇതുണ്ട്, നിങ്ങൾ നോക്കി ഇത് ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്പുപിള്ളേൻ്റെ ഇപ്പോഴത്തെ രൂപം ഉണ്ടായത്. ആക്ച്വലി മുന്നേ കുറച്ച് ഇതിൻ്റെ സാമ്യം തന്നെയാണ്, പക്ഷേ എന്നാൽ കൂടെ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ഒരു സ്കെച്ചും സ്റ്റൈല് കുട്ടേട്ടൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അമ്മിണിപ്പിള്ളയെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടേട്ടൻ പറഞ്ഞൊരു ഇതായിരുന്നു, കൈ കുറച്ച് സ്വാധീനക്കുറവുള്ള ക്യാരക്ടറായിരുന്നു അതിലെ കുട്ടേട്ടൻ്റെ ക്യാരക്ടർ. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളും കുട്ടേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഇതിലിപ്പോൾ കുട്ടേട്ടനായിട്ട് ഇപ്പോൾ സംസാരിക്കായിരുന്നു. അപ്പോൾ ഇതിൽ കുട്ടേട്ടൻ ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കും. ബോഡി ലാംഗ്വേജിൽ തന്നെ ഫണ്ടമെൻ്റലി തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട് ബിൽഡ് ചെയ്യും. ഇപ്പോൾ അമ്മിണിപ്പിള്ള പറഞ്ഞ പോലെ ഒരു കൈക്ക് സ്വാധീനക്കുറവുള്ള ഒരാളെന്ന് പറയുമ്പോൾ തന്നെ ഫണ്ടമെൻ്റലി തന്നെ ആൾ ബേസിക് ലെവലിൽ തന്നെ ആൾ മാറി, ക്യാരക്ടർ മാറി, ഒരു ബിൽഡ് കിട്ടി, ഒരു പ്ലാറ്റ്ഫോം കിട്ടി. പിന്നെ അത് വെച്ചിട്ട് അപ്പോൾ ഇനി പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേറൊരു പുള്ളി അതർവൈസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൽ മാനറിസം വൈസ് പുള്ളി ഇങ്ങനെ വിരളിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നൊരു ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് പുള്ളി ത്രൂ ഔട്ട് പടം ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ലോസ് ഷോട്ടാണ്, മുഖം മാത്രമേ ഉള്ളൂവെങ്കിൽ ഇനി അങ്ങ് ലോങ്ങിൽ നടന്നു വരുന്ന ഷോട്ടാണെങ്കിൽ പോലും പുള്ളി ഈ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ തിങ്കിങ് ആണ്, കോൺസ്റ്റൻറ്റ് തിങ്കിങ് ബ്രെയിൻ, എന്തായാലും പറയാം, മൈൻഡ് വാണ്ടറിങ് ആയിട്ട് നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് ത്രൂ ഔട്ട് ദ പടത്തിൽ. അതാണ് പുള്ളി ഇത് ഫ്രെയിമിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ക്യാരക്ടറിന് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പിടിക്കുന്നു. അതുപോലെ തന്നെ കുട്ടേട്ടൻ വേറെയും പറഞ്ഞു, പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ പറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ വേണ്ടി പുള്ളി കഴുത്തിൻ്റെ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ആഡഡ് സ്റ്റിഫ്നെസ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു വേർട്ടിബ്രയുടെ കണക്കൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു പരിപാടി പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് ആ പൂക്കാലം ഒന്നും കൂടി എടുത്ത് നോക്കിയപ്പോൾ ശരിയാണല്ലോ, അതാണ് ഇതിലത്തെ വ്യത്യാസമല്ലേ എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ലീല സിനിമയിലും കുട്ടേട്ടൻ്റെ ഒരുപാട് പേര് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സംഗതി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടറായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലീലയിലും കുട്ടേട്ടൻ്റെ ആ ഭയങ്കര യുണീക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോഡി ലാംഗ്വേജിലേക്ക് എത്താനും കുട്ടേട്ടൻ ഇതുപോലൊരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു.